അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞിറങ്ങി വനിതവരിൽ നിന്ന് സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ചേച്ചി ഒരു 2 ഷോട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് ഒറ്റ ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് അവരോട് പറയണമായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്രത്തോളം തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും കേട്ടോ. ഇത് ചില സിനിമ അല്ല എന്താണെന്നറിയോ, നമ്മൾ നല്ല രസമായിട്ടുള്ള ഒരു സീനാണ്. ചേച്ചി എന്ത് രസമായിട്ടാണ് ചെയ്തത്. പിന്നെ ചില സിനിമകളെ നമുക്ക് ലെങ്ത് പ്രശ്നം വരുമല്ലോ. ഒരു ഫോട്ടോ ഓക്കെ. ചേച്ചി ഞങ്ങള് പറഞ്ഞിട്ട് ചേച്ചി വിശ്വസിക്കണ്ടായില്ല. അടുത്ത പടത്തില് ആസിഫിക്ക റോൾ കൊടുക്കണം. ഉറപ്പായിട്ടും ഉണ്ടാവും. ജോഫിന് അവരെല്ലാരും വന്നോണ്ടിരിക്കുക ചേച്ചി പ്രൊമോഷൻ. പിന്നെ എല്ലാരോടും പറയും കേട്ടോ. എന്നോട് പറഞ്ഞു, എനിക്ക് ഞാൻ അന്ന് അവിടെ ചേച്ചി കരണമെന്ന് ഞങ്ങൾക്ക് എല്ലാം വിഷമമായി. ഇനി അങ്ങനെ കരയരുത്. ശരി, വീട്ടിലെ അന്വേഷണം പറയാം.